ഹായ് ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റിയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി കേട്ടോ. ഇത് ചെയ്തെടുക്കാൻ ആകെ 3 സാധനങ്ങൾ മതി കേട്ടോ. അതുപോലെ നമ്മുടെ ചെറിയ മക്കൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റിയൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒന്ന് സെറ്റായി വരുന്നതിന് മുമ്പേ ട്രെയിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റേതായിട്ടുള്ള ഭംഗിക്കുറവുണ്ട്, പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ, ഒന്നും പറയാമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു ടിന്ന് മിൽക്ക് മെയ്ഡ് ആട്ടോ. ഞാൻ 400 ഗ്രാമിൻ്റെ ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ മിൽക്ക് പൗഡർ ആട്ടോ. ഞാനിവിടെ ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡറാണ് എടുത്തിട്ടുള്ളത്, മാഗിയുടെയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ അത് ചേർക്കട്ടോ. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആട്ടോ. ഇത്രയും സാധനങ്ങൾ മതിയിട്ട് ഇത് തയ്യാറാക്കാനായിട്ട്. ഇനി നമ്മളിതിലേക്ക് വേറെ മധുരമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ മിൽക്ക് മെയ്ഡിൻ്റെ മധുരം തന്നെ അത്യാവശ്യം ഉണ്ടാവും കേട്ടോ. ഇനി നിങ്ങൾക്ക് കുറവായി തോന്നുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കട്ടെ, ഞാനിവിടെ ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഈ കോക്കനട്ട് മിൽക്ക് പൗഡറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു വലിയ ബൗളിലേക്ക് മാറ്റണം. നമുക്കിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിതൊരു വലിയ ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിവിടെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിത് അരിച്ചെടുക്കട്ടെ. നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടി, ഒട്ടും കട്ടയില്ലാതെ നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെറുതീയിലിട്ടിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ കോൺഫ്ലോറൊക്കെ ഒന്ന് കട്ടിയായി വരുമ്പോൾ നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പെട്ടെന്ന് അടി പിടിക്കൂട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും ഇതൊക്കെ മാറിപ്പോട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇതിവിടെ കുറുകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ടൈമിൽ നിങ്ങൾക്ക് കട്ടിയായി തോന്നുന്നില്ലെങ്കിൽ കുറച്ചും കൂടി കോൺഫ്ലോർ പാലിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ടിയായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 400 ഗ്രാം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 പ്രാവശ്യമായിട്ട് മുഴുവനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി എടുത്ത് വെച്ച മിൽക്ക് മെയ്ഡ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഇതിലേക്ക് മധുരം ചേർക്കുന്നില്ല കേട്ടോ. ഈ മിൽക്ക് മെയ്ഡിൻ്റെ മധുരം തന്നെ അത്യാവശ്യം ഉണ്ടാവും കേട്ടോ. ഇനി നിങ്ങൾക്ക് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞ് നോക്കട്ടെ. അത് തമ്മിൽ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ഇതായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ വിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നോക്കിയിട്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിവിടെ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം കേട്ടോ. ഞാനിവിടെ പുഡിംഗ് ട്രേയിൽ ബട്ടറോ നെയ്യോ ഒന്നും ആക്കിയിട്ടുണ്ടായിരുന്നിട്ട്, അല്ലാതെ തന്നെ വിട്ടുപോരെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടും കൂടി എനിക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ച് ബട്ടറോ നെയ്യോ എന്തെങ്കിലും പുരട്ടിക്കൊണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് വിട്ടു പോരാനായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചില പുഡിങ് പെട്ടെന്ന് വിട്ടുപോരും, ചിലത് ഇതുപോലെ ബട്ടർ എന്തെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിലോ പെട്ടെന്ന് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിതൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ മോന് ക്ഷമയില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാം, അതുകൊണ്ട് നേരത്തെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി ഒരു 2 മണിക്കൂർ കൂടി വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ട് കിട്ടും കേട്ടോ. എനിക്കിവിടെ കുറച്ച് സെറ്റാകാനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇതുപോലെ കഴിക്കാം, അല്ലെങ്കിൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് സെറ്റായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചും കൂടി സെറ്റായതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്തിട്ട് കൂട്ടാക്കാൻ മറക്കണ്ട. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.